ദൈവത്തിൽ നിന്നും നന്മയെല്ലാം പ്രാപിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് അങ്ങോട്ട്, ദൈവരാജ്യത്തിന് നമ്മളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ എല്ലാം ഇങ്ങോട്ട് തരണേ പിച്ചക്കാരെ പോലെ വന്ന് നമ്മൾ തരണേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനകത്തോട്ട് കയറാതെ, ദൈവസഭയ്ക്ക് ഒരു ബ്ലെസ്സിങ് ആകാതെ, ദൈവരാജ്യത്തിന് ഒരു അനുഗ്രഹിക്കപ്പെടാതെ, നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ യൂസ് ചെയ്ത് ഒരു കരുവേപ്പോലെ പോലെ കളയുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ദൈവത്തെ പരിഹസിക്കുന്നവരാണ്. ഒരാളിനെ വഞ്ചിച്ചതിന് ശേഷം, പറ്റിച്ചതിന് ശേഷം, ആ വ്യക്തിയിൽ നിന്ന് നന്മകളൊക്കെ കൊള്ളയടിച്ചതിന് ശേഷം ആ ആളിനെ നോക്കി വളരെ പുച്ഛമായിട്ട് ഞാൻ വലിയ ബുദ്ധിമാനാണ്, അവൻ വെറും കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് പല വിശ്വാസികളും. അങ്ങനെയാണ് ദൈവം പല വിശ്വാസികളെ കാണുന്നത്. കാരണം മലാഖിയുടെ പുസ്തകം 3-ാമത്തെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, നിങ്ങളുടെ സമ്പത്തിൻ്റെ ആ ദശാംശം എൻ്റെ ആലയത്തിൽ കൊണ്ടുവരിക. ഈ ലോകത്ത് ദൈവം പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം കൊടുക്കുന്ന വിഷയത്തിലാണ്. കാരണം കർത്താവിനറിയാം, മനുഷ്യന് കൊടുക്കാൻ അറിയത്തില്ല, വാങ്ങിക്കാനേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാം ഇങ്ങോട്ട് വാങ്ങിക്കാനല്ലാതെ ദൈവരാജ്യത്തിനോ ദൈവത്തിനോ കൊടുക്കാനുള്ള ഏതൊരു മാനേഴ്സും ഇല്ലാത്ത ആൾക്കാരാണ് ഈ മനുഷ്യരെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ദൈവം ചലഞ്ച് ചെയ്യുകയാണ്, നിങ്ങളെ ഞാൻ പരീക്ഷിക്കാം. ഹല്ലേലൂയ. കാരണം നിങ്ങൾ എന്നെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം പറയുകയാണ്, നിങ്ങൾ എന്നെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുകളിൽ ആകാശം, ആ കിളിവാതിൽ അടഞ്ഞു കിടക്കുന്നത്, നിങ്ങളുടെ ഉറവകൾ തുറക്കപ്പെടാത്തത്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലുകളിൽ പോകുന്നത്, നിങ്ങളുടെ നന്മകൾ പലപ്പോഴും പിശാച് അതിനെ വറ്റിച്ചു കളയാൻ കാരണം, അത് കൊള്ളയടിക്കാൻ പിശാച് നിങ്ങളെ കൊള്ളയടിക്കാൻ കാരണം, ദൈവികമായ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരാത്തതിന് കാരണം നമ്മൾ മനഃപൂർവ്വമായി ദൈവത്തെ പരിഹസിക്കുന്നു, ദൈവത്തെ വഞ്ചിക്കുന്നു, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്.